പൊതുജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രേക്ഷകരിലേക്കും അധികാരികളിലേക്കും എത്തിക്കാനും അതിന് പരിഹാരം തേടാനുമുള്ള പ്രത്യേക പരിപാടിയാണ് പൊതുജനം കഴുതയല്ല സാർ. ഒരു വാർത്താമാധ്യമം എന്ന നിലയിൽ 24-ന് കഴിയുന്നതിൻ്റെ പരമാവധി ഇടപെടലുണ്ടാകുമെന്ന ഉറപ്പോടെ ആരംഭിക്കുന്നു പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. ഇന്നാദ്യം പൊതുജനം കഴുതയല്ല സാർ പോകുന്നത് കേരളം ചർച്ച ചെയ്യുന്ന ഒരു രാഷ്ട്രീയ വിഷയത്തിലേക്കാണ്. PM ശ്രീയിൽ ഉടക്കി നിൽപ്പാണല്ലോ CPI. നാളെ ആലപ്പുഴയിൽ ചേരുന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നിർണായക തീരുമാനം ഉണ്ടാകുമോ? കാത്തിരിക്കാം. അതിനു മുമ്പ് ചില CPI കാര്യങ്ങൾ നോക്കാം. ൊടുവിൽ കോൺഗ്രസിനൊപ്പം CPI സഖ്യമായപ്പോൾ അന്ന് CPIM പ്രവർത്തകർ വിളിച്ച മുദ്രാവാക്യം കാലങ്ങൾക്കിപ്പുറം വീണ്ടും ഉയരുമോ? വെക്കടാ വലത ചെങ്കൊടി താഴെ പൊക്കടാ വലത മൂവർണ്ണക്കൊടി എന്നതായിരുന്നു അന്നത്തെ ആ അധിക്ഷേപ മുദ്രാവാക്യം. അതിനു മുൻപ് 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ CPIMുകാർ വിളിച്ച മുദ്രാവാക്യം എമ്മനും തൊമ്മനും കമ്മ്യൂണിസ്റ്റല്ല ചേലാട്ടച്ചു അല്ലേയല്ല എന്നായിരുന്നു. പരാമർശിച്ചത് അന്നത്തെ CPI നേതാക്കളായ MN ഗോവിന്ദൻ, TV തോമസ്, C അച്യുതമേനോൻ എന്നിവരെ. CPIയുടെ അധിക്ഷേപം അന്ന് അതിലും കടുത്തതായിരുന്നു. പട്ടാമ്പിയിലൊരു പട്ടി കുരച്ചാൽ ഏറ്റുകുരയ്ക്കും പട്ടികളെ എന്ന അധിക്ഷേപം സാക്ഷാൽ EMSനെ ഉന്നമിട്ടായിരുന്നു. കാലം പലത് പിന്നിട്ടു. കോൺഗ്രസുമായി സഖ്യത്തിലായ കാലത്ത് CPI നേതാക്കളായ C അച്യുതമേനോനും PK വാസുദേവൻ നായരും മുഖ്യമന്ത്രിമാരായി. CPIയുടെ ഭട്ടിൻഡ പാർട്ടി കോൺഗ്രസ് ഇടതൈക്യം ശക്തിപ്പെടുത്താനും കോൺഗ്രസ് സഖ്യം അവസാനിപ്പിക്കാനും തീരുമാനിച്ചതോടെ PKV മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് സാധാരണക്കാരനായി തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് KSRTC ബസ്സിൽ സ്വദേശമായ പെരുമ്പാവൂരിലെ പുല്ലുവഴിയിലേക്ക് പോയത് ചരിത്രം. കയ്യിലിരുന്ന മുഖ്യമന്ത്രി സ്ഥാനം വലിച്ചെറിഞ്ഞാണ് CPI കേരളത്തിലെ ഇടത് ജനാധിപത്യ മുന്നണിയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ചത്. CPIM മുന്നണിയുടെ ഭാഗമായതോടെ മുഖ്യമന്ത്രി കസേര CPIയുടെ സ്വപ്നങ്ങളിൽ പോലും ഇല്ലാതായി. CPI പിളർന്നാണ് CPIM രൂപീകരിച്ചതെങ്കിലും കേരളത്തിലെ ആൾ സ്വാധീനം കണക്കാക്കി വല്യേട്ടനായി CPIM പെരുമാറി. മുന്നണിയുടെ തീരുമാനങ്ങൾ ഏകപക്ഷീയമായി. പലതിനോടുമുള്ള CPIയുടെ എതിർപ്പ് ദുർബല ശബ്ദമായി. ഏറ്റവുമൊടുവിൽ PM ശ്രീയിലും CPIയുടെ എതിർപ്പ് CPIM വകവച്ചില്ല. നമ്മുടെ കുട്ടികളുടെ ഭാവി പന്താടിക്കൊണ്ട് ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങാൻ കേരളം തയ്യാറില്ല. ഈ ഫണ്ട് ഏതെങ്കിലും പാർട്ടിയുടെ ഔദാര്യമല്ല, മറിച്ച് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നുള്ള നമ്മുടെ കുട്ടികൾക്ക് അവകാശപ്പെട്ട വിഹിതമാണ്. ആ വിഹിതം നേടിയെടുക്കുക എന്നതാണ് ഒരു ജനകീയ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം. ഈ PM ശ്രീയിൽ ഒപ്പിട്ടതോടെ കേരള ദേശീയ വിദ്യാഭ്യാസ നയം 2020 പൂർണ്ണമായി അംഗീകരിച്ചു എന്നുള്ള ചില വാദഗതികൾ വരുന്നു. ആ വാദഗതികൾ വെറും സാങ്കേതികം മാത്രമാണ്. ഇതിനു മുൻപും CPI എതിർപ്പുന്നയിച്ചവയൊക്കെ തള്ളിക്കളഞ്ഞതാണ് സമീപകാല ചരിത്രം. ADGP MR അജിത് കുമാറിനെതിരെ പൂരം കലക്കൽ ആരോപിച്ച് CPI രംഗത്തെത്തി. ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് CPI പരസ്യമായി ആവശ്യപ്പെട്ടു. എന്ത് കാര്യമാണ് കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് RSSന്റെ മേധാവിയുമായിട്ട് പങ്കിടാനുള്ളത് നിങ്ങൾക്കറിയില്ല. സത്യമാണെന്നുണ്ടെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമാണ്. അപ്പോൾ ആ കൂടിക്കാഴ്ചയ്ക്ക് LDFുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. മുഖ്യമന്ത്രി പിണറായി വിജയൻ CPIയുടെ ആവശ്യം കേട്ടമട്ട് ഭവിച്ചില്ല. തൃശൂരിലെ തോൽവിയെയും MR അജിത് കുമാറിനെയും കുറിച്ചുള്ള CPIയുടെ വിലാപം അന്തരീക്ഷത്തിൽ അലിഞ്ഞു. ഒടുവിൽ DGPയുടെ റിപ്പോർട്ട് വന്നപ്പോഴാണ് MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയത്. പാലക്കാട് എലപ്പുള്ളിയിലെ ബ്രൂവറി വിഷയത്തിലും സമാന തിരിച്ചടിയാണ് CPIക്ക് കിട്ടിയത്. ക്രമസമാധാന പാലന ചുമതലകളിൽ നിന്ന് ADGP അജിത് കുമാറിനെ മാറ്റി നിർത്തണം. ഇതാണ് CPIയുടെ ആവശ്യം. ഈ ആവശ്യമാണ് CPI ആദ്യം മുതലേ ഉന്നയിച്ചത്. അതിനപ്പുറത്തോ ഇപ്പുറത്തോ ഒന്നും CPI പറഞ്ഞിട്ടില്ല ഒരു ഘട്ടത്തിലും. ആവശ്യമാണ് ഇന്നിപ്പോൾ ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുന്നത്. അതിനെപ്പറ്റിയുള്ള CPI പ്രതികരണം ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതെപ്പോഴും ആവർത്തിക്കേണ്ട കാര്യമില്ല.
ചില പത്രങ്ങളൊക്കെ എഴുതുന്നു ഇത് CPIയുടെ വിജയമാണെന്ന്. ഞങ്ങൾ പറയുന്നു ഇത് CPIക്ക് സന്തോഷമുണ്ടാക്കുന്ന വിജയമാണ്. പക്ഷേ ഈ വിജയം LDF രാഷ്ട്രീയത്തിൻ്റെ വിജയമാണ്. ബ്രൂവറിക്കെതിരെ പരസ്യ നിലപാടെടുത്ത പാർട്ടിയാണ് CPI. പക്ഷേ അവർക്കറിയാത്ത വിദ്യ CPIM-നറിയാം. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക. പതിവായി AKG സെന്ററിൽ ചേരാറുള്ള LDF യോഗം അത്തവണ CPI സംസ്ഥാന കൗൺസിൽ ഓഫീസായ MN സ്മാരകത്തിലാക്കി. നവീകരിച്ച ഓഫീസ്. അവിടെ വെച്ച് CPI കീഴടങ്ങി. എന്നിട്ടും CPI സർക്കാരിനെയോ മുന്നണിയെയോ തള്ളിപ്പറഞ്ഞില്ല. പക്ഷേ PM ശ്രീയിൽ CPIയുടെ രോഷമടങ്ങുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് തീരുമാനിക്കണമെന്നുള്ളത് നാളത്തെ എക്സിക്യൂട്ടീവിൽ ഒരു ധാരണയോ തീരുമാനമോ ഒക്കെ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സവ് D രാജ സവ് ബേബിയെ കാണുന്നതിന് വേണ്ടി പോയതാണ്. ബേബിയെ കാണുകയും CPI CPM പാർട്ടികളുടെ ഒരുമിച്ചുള്ളൊരു നിലപാടാണ്. ആ നിലപാടിൽ ഒരു മാറ്റം വന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി സവ് ബേബിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറണമെന്നുള്ള കാര്യം പറഞ്ഞു. തമിഴ്നാട് ഗവൺമെൻറ് പോയതുപോലെ സുപ്രീം കോടതിയിൽ ഒരു ലീഗൽ ഫൈറ്റിന് എന്തുകൊണ്ട് പോകുന്നില്ല എന്നുള്ളത് ചോദിച്ചു. കേരളത്തിലെ പാർട്ടിയോടും ഗവൺമെൻറ്റിനോടും ഇതൊന്ന് പുനഃപരിശോധിക്കാൻ കഴിയുമോ, അതിനുവേണ്ടി ഒരു ആലോചനയെങ്കിലും നടത്താൻ കഴിയുമോ എന്നുള്ളത് ചോദിച്ചു. അതെല്ലാം ചോദിച്ചു. അതിലെല്ലാത്തിലും അദ്ദേഹത്തിൻ്റെ മറുപടി മൗനമായിരുന്നു. CPIക്ക് CPIM-നെ ഭയമാണോ? CPIയുടെ ബ്രാഞ്ച് മുതൽ സംസ്ഥാന സമ്മേളനങ്ങൾ വരെ ഈ ചോദ്യം ഉയരാറുണ്ട്. എന്താവാം കാരണം? രണ്ടാം വരവിൽ പിണറായി വിജയൻ അതിശക്തനായതാണോ? അതോ CPI മുന്നണി വിട്ടാൽ CPIM മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടി ഭരണം തുടരുമെന്ന ആധിയാണോ? മറുപടി പറയേണ്ടത് CPI നേതൃത്വമാണ്. നയപരമായ പാളിച്ചകൾ ഉണ്ടാകുമ്പോഴും ഏകപക്ഷീയ തീരുമാനങ്ങൾ വരുമ്പോഴും തിരുത്തൽ ശക്തിയായിരുന്നു CPI. അത്തരം പഴയകാലം പറഞ്ഞ് അച്ഛൻ ആനപ്പുറത്തേറിയ പഴയ തഴമ്പ് പറഞ്ഞ് ആശ്വസിക്കാനാണ് CPIയുടെ വിധി. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ രണ്ട് പാർട്ടികളുടെയും കേരള നേതൃത്വം സംസാരിച്ച് തീരുമാനമെടുക്കും. രമ്യമായ പരിഹാരം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിഷയത്തിൽ കണ്ടെത്താൻ കേരളത്തിലെ CPIയുടെയും CPIM-ന്റെയും നേതൃത്വത്തെ ഞങ്ങൾ സഹായിക്കണം. എങ്ങനെയാണ് ഇത് പരിഹരിക്കുക എന്നുള്ളത് അവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. CPIയെ സംബന്ധിച്ചിടത്തോളം CPIയുടെ മുമ്പിലുള്ള പ്രശ്നം വർഗീയവൽക്കരണം വിദ്യാഭ്യാസത്തിന്റെ, കേന്ദ്രീകരണം വിദ്യാഭ്യാസത്തിന്റെ, കച്ചവടവൽക്കരണം വിദ്യാഭ്യാസത്തിന്റെ. ഈ മൂന്ന് കാര്യങ്ങളിലും CPM-ഉം CPIയും തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ആശാൻ ആശയഗംഭീരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് സാക്ഷാൽ കുമാരനാശാനെയാണ്. CPIക്കുമുണ്ടായിരുന്നു ആശയഗംഭീരനായൊരു ആശാൻ. സന്യാസിയാകാനിറങ്ങി കമ്മ്യൂണിസം വരിച്ചൊരാൾ, വെളിയം ഭാർഗവൻ. നായനാർ സർക്കാരിന്റെ കാലത്ത് CPIക്ക് പറഞ്ഞുവച്ച സീറ്റിൽ CPIM ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ CPI സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് വെളിയം ഭാർഗവൻ തിരിച്ചടിച്ചത് ചരിത്രം. ഇതോടെ രാജ്യസഭാ സീറ്റിലൊന്ന് CPIക്ക് നൽകാൻ CPIM നിർബന്ധിതരായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് PDP ബന്ധത്തിന്റെയും പൊന്നാനി സീറ്റിനെയും ചൊല്ലി ഉടക്കിയതും വെളിയം ഭാർഗവൻ CPI സംസ്ഥാന സെക്രട്ടറിയായിരിക്കെയാണ്. പൊന്നാനിക്ക് പകരം വയനാട് നൽകിയാണ് അന്ന് CPIM തലയൂരിയത്. വെളിയത്തിനു പിന്നാലെ സെക്രട്ടറിയായ CK ചന്ദ്രപ്പനും CPIയുടെ അന്തസ് കാത്തു. പാർട്ടിക്കെതിരെ ആര് തിരിഞ്ഞാലും ചന്ദ്രപ്പന്റെ നാവിന്റെ ചൂടറിയുമായിരുന്നു. CPIM സംസ്ഥാന സമ്മേളന നടത്തിപ്പ് ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയെ ഏൽപ്പിച്ചെന്ന് വിമർശിച്ച CK ചന്ദ്രപ്പനെ അല്പനെന്നായിരുന്നു പിണറായി വിജയൻ വിശേഷിപ്പിച്ചത്. ഉളുപ്പില്ലാത്ത ഭാഷ ആർക്കും ഉപയോഗിക്കാമെന്നും ഗൗരവമുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മാന്യമായ ഭാഷയും സംസ്കാരം നിറഞ്ഞ സമീപനവുമാണ് നല്ലതെന്ന് പിണറായിയെ ഓർമ്മിപ്പിച്ചത് CK ചന്ദ്രപ്പനും. അഹങ്കരിച്ചാൽ ബംഗാളിലെ അവസ്ഥയുണ്ടാകുമെന്ന് CPIM-നെ ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാനും ഇവിടെ ഒരേയൊരു ചന്ദ്രപ്പനെ ഉണ്ടായിരുന്നുള്ളൂ. വിമർശനവും തിരുത്തലുമായിരുന്നു പ്രതിപക്ഷത്തായിരുന്ന കാലത്തെ CPI സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പന്ന്യൻ രവീന്ദ്രന്റെ ശൈലി. ഇതൊക്കെ ഇന്നലകളിലെ കാര്യം. ഇന്ന് CPI എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് പ്രസക്തമായ കാര്യം. CPI മുന്നണി വിടുമെന്ന് CPIM പോലും കരുതുന്നില്ല. പക്ഷേ പറയാനുള്ളത് കരുത്തോടെയെങ്കിലും പറഞ്ഞിട്ടാകുമോ കീഴടങ്ങൽ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. പൊതുജനം കഴുതയല്ല സാർ.
CPI കുറിച്ചുള്ള ഈ വാർത്തയോട് നിരവധി പ്രതികരണങ്ങളും വരുന്നുണ്ട്. എ രാജീവ് പറയുന്നു, പിണറായി ഗൾഫിൽ പോയ ഗ്യാപ്പിൽ CPI ഒന്ന് ആളാകാൻ നോക്കിയെന്നേ ഉള്ളൂ. നാളെ പിണറായി വന്നു കഴിയുമ്പോൾ എല്ലാവരും മാളത്തിൽ ഒളിച്ചുകൊള്ളും എന്ന് പറയുന്നു. രവികുമാർ PB പറയുന്നു, PM ശ്രീ വിവാദത്തിൽ മുഖ്യൻ വരുമ്പോൾ ശരിയായ തീരുമാനം ഉണ്ടാകുമെന്ന്. അങ്ങനെ നിരവധി പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. മാത്യു പറയുന്നു, CPI എന്തു പറഞ്ഞാലും അത് വകവയ്ക്കാത്ത മുന്നണിയാണ് എന്ന കാര്യവും പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. CPIയും CPM തമ്മിൽ രാഷ്ട്രീയ തർക്കമെങ്കിൽ ഇനി പൊതുജനം കഴുതയല്ല സർ പോകുന്നത് മനുഷ്യനിർമ്മിതമായ ഒരു ദുരന്തത്തെക്കുറിച്ച് പറയാനാണ്. ഇന്നലെ അടിമാലി കൂമ്പൻപാറയിലെ മണ്ണിടിച്ചിലും ബിജുവിൻ്റെ ജീവനെടുത്തതിലും അധികൃതരുടെ അനാസ്ഥ വ്യക്തമാണ്. ഈ അനാസ്ഥയ്ക്ക് ഉത്തരവാദികൾ ആയവർക്കെതിരെ നടപടി വേണമെന്നാണ് പൊതുജനം കഴുതയല്ല സാർ ആവശ്യപ്പെടുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കോതമംഗലം മുതൽ മൂന്നാർ വരെയുള്ള രണ്ടാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. 3 സെക്ഷനായി തിരിച്ചാണ് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ. അതിൽ നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് വീതി കൂട്ടാൻ വ്യാപകമായി മണ്ണിടിച്ച് മാറ്റിയിട്ടുണ്ട്. ഈ വരുന്ന മഴക്കാലത്ത് അത് വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. അതിനുള്ള കാരണങ്ങളും അവർ തന്നെ വിശദീകരിക്കുന്നു. മഴയെത്തും മുൻപേ ജനങ്ങൾ പറഞ്ഞതാണ് വരാൻ പോകുന്ന ദുരന്തത്തിന്റെ വ്യാപ്തി. ആരും കേട്ടില്ല, കേൾക്കാൻ ശ്രമിച്ചതുമില്ല. ജില്ലാ കളക്ടർ പ്രത്യേക സമിതിയെ നിയോഗിച്ച് പഠനം നടത്തി. പഠനത്തിലെ കണ്ടെത്തൽ എന്തെന്ന് ഇതുവരെയും പൊതുജനത്തിന് അറിയില്ല. 90 ഡിഗ്രി ചെരിവിൽ 50 അടി ഉയരത്തിൽ മണ്ണെടുത്ത് മാറ്റിയിരിക്കുന്ന ഒരു തിട്ടാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. മഴക്കാലത്ത് മണ്ണിടിച്ചിലുണ്ടാകില്ല എന്ന വിശ്വാസത്തിലായിരിക്കാം അതിനു മുകളിലുള്ള വീട് പോലും പരിഗണിക്കാതെ ഇങ്ങനെ മണ്ണെടുത്തു മാറ്റിയിരിക്കുന്നത്. പക്ഷേ ഒരു ദൃശ്യം കൂടി നിങ്ങൾ കാണുക. കഴിഞ്ഞ മഴക്കാലത്തും സമാനമായ രീതിയിൽ മണ്ണെടുത്തു മാറ്റിയ ഒരു തിട്ടാണിത്. അതിന് പകുതിയായി ഒരു റിട്ടേണിംഗ് വാളും കെട്ടിയിട്ടുണ്ട്. മണ്ണിടിയില്ല എന്ന വിശ്വാസമായിരുന്നു അധികൃതർക്ക്. പക്ഷേ മഴക്കാലത്തിന്റെ തുടക്കം തന്നെ അവിടെ നിന്ന് മണ്ണും കല്ലും മരവും റോഡിലേക്ക് പതിച്ചിരുന്നു. അശാസ്ത്രീയമായ മണ്ണെടുപ്പിന്റെ അപകട സാഹചര്യം അന്നേ വ്യക്തമാണ്. ഇന്നും അപകടമുണ്ടായത് മാനദണ്ഡങ്ങൾ പാലിക്കാതെ 90 ഡിഗ്രി ചെരിവിൽ മണ്ണെടുത്തു മാറ്റിയ സ്ഥലത്ത്. 5 അടി അല്ലെങ്കിൽ 6 അടി അതിൽ കൂടുതൽ അവർ ഒരിടത്തും റിട്ടേണിംഗ് വാൾ തീർക്കുന്നില്ല. എന്നാൽ അവരെടുക്കുന്ന മണ്ണോ 15, 20, 30 അടി ഹൈറ്റിനാണ് മണ്ണെടുക്കുന്നത്. ജനങ്ങളോടൊരു മര്യാദയില്ലാത്ത രീതിയിലാണ് അവരുടെ വർക്കുകളെല്ലാം നടക്കുന്നത്. അവരുടേതായ തോന്നിവാസമാണ് ഈ മേഖലകളിൽ മൊത്തം നടക്കുന്നത്. ദേശീയപാതയുടെ നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗം വീതി കൂട്ടുന്ന പ്രവൃത്തിയാണ് ദുരന്തത്തിലേക്ക് നയിച്ചത്. വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണ് ചെത്തിയെടുത്തത് മലയ്ക്ക് വലിയ തോതിൽ ഇളക്കം തട്ടാനിടയാക്കി. മഴയില്ലാതിരുന്നിട്ടും മണ്ണിടിഞ്ഞത് അശാസ്ത്രീയ മണ്ണെടുപ്പ് മൂലമെന്നാണ് നാട്ടുകാർ പറയുന്നത്. തുടർച്ചയായി ഉണ്ടായ മണ്ണിടിച്ചിലുകൾ ഒന്നും മുഖവിലക്കെടുക്കാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. അപകടമുണ്ടാകുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് പോലും മണ്ണെടുപ്പ് നടന്നിരുന്നതായി പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. മണ്ണെടുപ്പായിരുന്നു, ഭയങ്കര പ്രശ്നമായിരുന്നു. വലിയ JCB മെഷീൻ വെച്ച് ഭയങ്കര വൈബ്രേഷനായിരുന്നു. ഇത് രാത്രി ഞങ്ങൾക്ക് കിടക്കാൻ പാടില്ലായിരുന്നു. വീട് വല്ലതും കുലുങ്കായിരുന്നു. അതുപോലെ ഇതിനൊക്കെ വിള്ളലുണ്ട്. ഈ സാധനം ഏത് നിമിഷവും തള്ളാം. സംരക്ഷണ ഭിത്തി കെട്ടിയാലും അത് സാധനം തള്ളും. മഴക്കാലത്ത് ഇത് തള്ളു ഉറപ്പാണ്. അതെ, റോഡ് പണിയുടെയാണ്. അപ്പോൾ ഇത് അവിടെ ഉണ്ടായിരുന്ന പാറയെല്ലാം പൊട്ടിച്ചതിൻ്റെയാണ് ഇപ്പോൾ ഈ സംഭവം നടന്നേക്കുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ 2ാം റീച്ച് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന നേര്യമംഗലം മുതൽ പള്ളിവാസൽ വരെയുള്ള പല ഭാഗങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുകയാണ്. നിർമ്മാണത്തിലെ അശാസ്ത്രീയത പിന്നീടുണ്ടാക്കുന്നത് വലിയ ഭവിഷ്യത്തുകളായിരിക്കുമെന്ന് നാട്ടുകാർ പണ്ടേ പറഞ്ഞു. അത് പരിഹരിച്ചിരുന്നെങ്കിൽ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാകില്ലായിരുന്നു. ഓൾറെഡി വിള്ളലുണ്ടായിരുന്നു, നല്ല വിള്ളലുണ്ടായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. മിനിഞ്ഞാന്നൊക്കെ മണ്ണിടിഞ്ഞ് ചാടിയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. NH നൈറ്റൊക്കെ വർക്ക് ചെയ്യുമായിരുന്നു. റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു അശാസ്ത്രീയതയാണ്. കാരണം ഇതിനെക്കുറിച്ചൊക്കെ ഇവിടുത്തെ ഈ മണ്ണിന്റെ ഘടനയെക്കുറിച്ചൊന്നും പഠിച്ചിട്ടില്ല. ഇപ്പം തൊട്ട് കഴിഞ്ഞാലും ഊർന്നൊക്കെ പോരുന്ന ഒരു ടൈപ്പ് മണ്ണല്ലേ. ദേശീയപാത അതോറിറ്റി വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചില്ല. വലിയ മലയുടെ അടിവാരങ്ങളിൽ കരിങ്കല്ല് ഉപയോഗിച്ച് സുരക്ഷാ മതിൽ നിർമ്മിക്കുന്നതിന് പകരം 5 അടി പൊക്കത്തിൽ കോൺക്രീറ്റ് പാളി നിർമ്മിക്കുകയും അത് മതിലിൽ ചാരിവെച്ച് കോൺക്രീറ്റ് കൊണ്ട് യോജിപ്പിക്കുകയുമായിരുന്നു. ഇത് അപകടമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയതാണ്. അപകടം നടക്കുമ്പോൾ മഴയുണ്ടായിരുന്നെങ്കിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടലായി മാറിയേനെ. അത് വൻ ദുരന്തത്തിന് വഴിയൊരുക്കുകയും ചെയ്തേനെ. ഒരു ജീവൻ നഷ്ടമായിട്ടും അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തിൽ നിയമ നടപടികൾക്ക് പോലീസ് തയ്യാറല്ല. ഈ മഴക്കാലത്തിന്റെ തുടക്കത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് 100-ലധികം കുടുംബങ്ങളാണ് ഇവിടെ നിന്ന് വീടും സ്ഥലവും ഉപേക്ഷിച്ചു പോയത്.
ഇന്നിപ്പോൾ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. അതോടൊപ്പം 50-ലധികം കുടുംബങ്ങൾക്കാണ് വീട് വിട്ടിറങ്ങേണ്ടി വരുന്നത്. രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച നിർമ്മാണ കമ്പനിയെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ദേശീയപാത അതോറിറ്റിയുടെ നിർമ്മാണത്തിലെ വീഴ്ചകളാണ് ഇതിനെല്ലാം കാരണം. സുമിത്രൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. ആരിഫ് ഹാഷ്മി കളത്തൂർ പറയുന്നു, ദുരന്തം വരുമ്പോൾ മാത്രമല്ല ഇത്തരത്തിലുള്ള അനാസ്ഥകൾ ചർച്ച ചെയ്യേണ്ടത്. വാർത്തകൾ 1-2 ദിവസം പ്രാധാന്യമുണ്ടാകും, പിന്നീട് ഇതിന് പരിഹാരമുണ്ടാകില്ല. മാധ്യമങ്ങൾ അടുത്ത വാർത്ത ലഭിക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകും എന്നും ആരിഫ് ഹാഷ്മി കളത്തൂർ പറയുന്നുണ്ട്. ജോസ്വിൻ ജോസഫ് പറയുന്നു, റോഡ് പണിയുന്നവർ മനുഷ്യജീവനുകൾക്ക് പുല്ലുവില നൽകുന്നു, ക്യാഷ് അടിക്കൽ മാത്രമേ ഉള്ളൂ എന്ന്. ഏതായാലും അടിമാലിയിലെ ഈ അനാസ്ഥയിൽ അനാഥമായത് ഒരു കുടുംബമാണ്. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം പൊതുജനം കഴുതയല്ല സാർ വീണ്ടും ഉന്നയിക്കുകയാണ്. ഇനി എറണാകുളം നഗരത്തിലെ ഒരു വിചിത്ര വിശേഷത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. തൃപ്പൂണിത്തുറയിലെ ഗവൺമെൻറ് കോളേജിന് കോടികൾ മുടക്കിയാണ് കെട്ടിടം നിർമ്മിച്ചത്. പക്ഷേ അവിടേക്ക് എത്താൻ വഴിയില്ല. കെട്ടിടം പൂർത്തീകരിച്ചിട്ട് വർഷങ്ങളായെങ്കിലും ഉപയോഗശൂന്യമായി കിടപ്പാണ്. 1000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ ഇപ്പോഴും പഠിക്കുന്നത് പഴയ പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിൽ. വഴിയുണ്ടോ എന്നുറപ്പിക്കാതെ കോടികൾ ചെലവിട്ട് കെട്ടിടം നിർമ്മിക്കാനുള്ള ഐഡിയ ആരുടേതാണാവോ ഗംഭീരമായിട്ടുണ്ട്. എനിക്ക് പിന്നിൽ ഈ കാണുന്ന കെട്ടിടമുണ്ടല്ലോ, തൃപ്പൂണിത്തുറ ഗവൺമെൻറ് കോളേജിൻ്റെ പുതിയ കെട്ടിടമാണ്. 3 വർഷം മുൻപ് കോടികൾ മുടക്കി പണികളെല്ലാം പൂർത്തിയാക്കി. അത്യാധുനിക സൗകര്യങ്ങളുണ്ട് എന്ന് അവകാശവാദവുമുണ്ട്. പക്ഷേ 1000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ ഇപ്പോഴും പഠിക്കുന്നത് തൃപ്പൂണിത്തുറയിലെ പഴയ പൊട്ടിപ്പൊളിഞ്ഞ കോളേജ് കെട്ടിടത്തിനുള്ളിൽ. എന്താണ് അതിൻ്റെ കാരണം? തൃപ്പൂണിത്തുറ ഗവൺമെൻറ് കോളേജിൻ്റെ 15 കോടി പ്രോജക്റ്റിൻ്റെ ആദ്യ ഭാഗമാണ് നടപ്പാക്കിയിരിക്കുന്നത്. പണി പൂർത്തിയാക്കിയിട്ട് 3 വർഷം കഴിഞ്ഞു. വഴി വിട്ടു കൊടുക്കാൻ ഇവിടെ കൂടി കൊടുക്കൂലെന്നാണ്. പിന്നെ അപ്പുറത്തുകൂടി എടുക്കാൻ വന്നിട്ട് ആൾക്കാരെ കണ്ടുപിടിച്ചില്ല. പല സ്ഥലത്തും പലരും മേടിച്ചിട്ടേക്കാണ്. അപ്പം ആ സ്ഥലത്തിന് ആൾക്കാരെ കണ്ടുപിടിച്ചിട്ടില്ലെന്നൊക്കെ പറയണം. ആൾക്കാർ പറഞ്ഞ കേട്ടോ, ഞങ്ങൾക്കറിയാൻ പറ്റില്ല. അധികാരികളുടെ അമാന്തത കൊണ്ട് വഴിത്തർക്കം പരിഹാരം കാണാതെ തുടരുന്നു. ചുറ്റിനും ചതുപ്പാണ്. ചതുപ്പ് നിലം നികത്തിയാണ് കോളേജിന്റെ പണി പൂർത്തിയാക്കിയത്. കോണോത്ത് പുഴയോട് ചേർന്ന 8.5 ഏക്കറിലാണ് കോളേജ് കോംപ്ലക്സ് നിലനിൽക്കുന്നത്. 6 മീറ്റർ വീതിയിൽ സമീപത്ത് ഒരു താൽക്കാലിക വഴി തരപ്പെടുത്തിയതാണ്. എന്നാൽ പണി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ വഴിയുടെ അവകാശം ഉടമസ്ഥർ വിട്ടു നൽകാൻ വിസമ്മതിച്ചു. കോളേജിൽ നിർമ്മാണം നടക്കുമ്പോൾ വഴിയില്ല എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് പാർട്ടിയുടെ പ്രോപ്പർട്ടി കൂടിയാണ് അതിൻ്റെ നിർമ്മാണ സാമഗ്രികൾ മുഴുവനും കടത്തിക്കൊണ്ടുപോയത്. വഴി പിന്നീട് ലഭിക്കും എന്നുള്ളതിലാണ് ഇവർ മുന്നോട്ട് പോയത്. ഇപ്പോൾ അതിൻ്റെ നിർമ്മാണം ഏതാണ്ട് 98% നിർമ്മാണം കഴിഞ്ഞു. 3 വർഷമായിട്ട് കോളേജ് ആ കെട്ടിടങ്ങൾ മുഴുവൻ അടഞ്ഞു കിടക്കുന്നു. ഇപ്പോൾ പട്ടിയും കുറുനരിയും പാമ്പുകളും ഒക്കെ ആയി നിറഞ്ഞ് കാട് പിടിച്ച് കിടക്കുകയാണ്. ഏതാണ്ട് 14 കോടി രൂപ മുതൽ മുടക്കിയാണ് ആ കെട്ടിടം പണിതിട്ടുള്ളത്. 1982 രൂപീകരിച്ച കോളേജിന്റെ വികസന സമിതിയാണ് 1.2 ലക്ഷം രൂപ നൽകി ചതുപ്പ് നിലം വാങ്ങി നികത്താൻ കോർപ്പറേഷനെ ഏൽപ്പിച്ചത്. 1 ലോഡ് മാലിന്യവും 1 ലോഡ് മണ്ണും എന്ന കണക്കിൽ നിരവധി ലോഡുകൾ അടിച്ച് കോർപ്പറേഷൻ ചതുപ്പ് നികത്തി. അത്യാധുനിക സൗകര്യങ്ങളടക്കം സജ്ജീകരിക്കാൻ ശേഷിയുള്ള കെട്ടിടം. പക്ഷേ ഒരു സെക്യൂരിറ്റി പോലും കാവലിനില്ല. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയടക്കം സന്ദർശിച്ച കോളേജ് കോമ്പൗണ്ടിനുള്ളിൽ ഇപ്പോൾ വിദ്യാർത്ഥികളോ അധ്യാപകരോ അല്ല, പകരം നാൽക്കാലികളാണ് മേഞ്ഞു നടക്കുന്നത്. തങ്ങളുടെ വസ്തു പുരയിടമാക്കാൻ അനുവദിച്ചാൽ വഴി നൽകാമെന്ന നിലപാടിലാണ് സ്ഥലമുടമകൾ. മുൻപ് ചതുപ്പ് നികത്തി വീട് വയ്ക്കാൻ നഗരസഭ നൽകിയിരുന്ന അനുമതി പിൻവലിച്ചതും പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു. അവർ പാടം ഉള്ളത് പുരയിടമാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവർ സ്ഥലം വിട്ടു കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും നടന്നില്ല. അവർക്ക് ഒരു 10-42 പേരുണ്ട്. അത്ര 40-40 കൂടുതലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് എത്രയും പേർക്ക് പുരയിടമൊക്കെ കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് കാരണം അവിടെയും തടസ്സമായി. കുറേ വർഷങ്ങളായി ഇത് പണി കഴിഞ്ഞിട്ട് ഈ ബിൽഡിംഗ് പണി കഴിഞ്ഞ് കിടക്കുന്നത്. നശിച്ചു പോയിരിക്കുന്നത് നല്ലതാണ്. നിർമ്മാണത്തിന്റെ 2ാം ഘട്ടത്തിൽ ഹോസ്റ്റലുകളും സ്റ്റാഫ് ക്വാർട്ടേഴ്സുകളും ഫുട്ബോൾ ഗ്രൗണ്ടുമടക്കം നിരവധി പദ്ധതി ഉണ്ടായിരുന്നു. എന്നാൽ വഴിയില്ലാതെ പണി തുടങ്ങിയിട്ട് ഇനി എന്ത് കാര്യം എന്നാണ് ചോദ്യം. മലയാളി യുവത കടൽ കടന്നു പോകുന്നതിൽ ആദി പൂണ്ടിരിക്കുന്ന നമ്മുടെ ജനപ്രതിനിധികൾ ഇനിയെങ്കിലും ഇതൊക്കെയൊന്ന് കണ്ണു തുറന്ന് കാണണം. നിരവധി വിദ്യാർത്ഥികളുടെ ഭാവിയെ കരുപിടിപ്പിക്കേണ്ട ഒരു വിദ്യാലയമാണ്. അതിനു വേണ്ടിയിട്ടുള്ള മികച്ച സൗകര്യങ്ങളുമായി തയ്യാറാക്കിയ കെട്ടിടമാണ് വർഷങ്ങളായി കാടുപിടിച്ചും കന്നുകാലികൾ കയറിയിറങ്ങിയും ഇങ്ങനെ നശിക്കുന്നത്. പ്രദേശത്തെ സ്ഥല ഉടമകളുമായുണ്ടായ വഴിത്തർക്കമാണ് ഈ ഒരു ദുർഗതിയിലേക്ക് പോയത്. എന്തു തന്നെയായാലും അതെല്ലാം പരിഹരിക്കേണ്ടത് നമ്മുടെ അധികാരികളുടെ ഉത്തരവാദിത്വമാണ്.
ഇത് നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവിയുടെ കാര്യമാണ്. ക്യാമറാമാൻ സജിൽ ഗുരുവായൂരിനൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും പുറത്തുവരുന്ന വിവരങ്ങളിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ചെറിയ മീനല്ലെന്ന് തെളിയുകയാണ്. ദേവസ്വം ബോർഡിനെയും കർണാടകയിലെ വമ്പൻ സ്രാവുകളെയും സ്വാധീനിച്ചായിരുന്നു പോറ്റിയുടെ കളികൾ. ഇനി ആരെല്ലാം എന്തെല്ലാം പുറത്തു വരാനുണ്ട് കാണാം. അയ്യപ്പന്റെ സ്വർണം കടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ്? സഹായിച്ചതും ബലം നൽകിയതും ആരൊക്കെ? ഇനിയും ഈ നെക്സസിൽ എത്ര പേർ? ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദുരൂഹമായ ഒട്ടനവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അന്വേഷണം ആദ്യഘട്ടം കഴിഞ്ഞപ്പോൾ നിർണായകമായ ചില ചോദ്യങ്ങൾക്ക് SIT ഉത്തരം കണ്ടെത്തി. ബംഗളൂരു ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിൽ പൂജാരിയായി ജോലി ചെയ്തിരുന്ന ഉണ്ണി നമ്പൂതിരി എങ്ങനെ ശബരിമലയിലെ സർവ്വ സംവിധാനങ്ങളും വാഴുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയായി മാറി? തിരുവിതാംകൂർ ദേവസ്വത്തിലെ ഉന്നതരുമായുള്ള ബന്ധമാണ് അതിനുള്ള ഉത്തരം. കേവലം മുരാരി ബാബുവിൽ അത് ഒതുങ്ങില്ലെന്നുറപ്പ്. തനിക്ക് ശബരിമലയിലുള്ള അധികാരങ്ങൾ കാണിച്ചായിരുന്നു പോറ്റിയുടെ എല്ലാ തട്ടിപ്പും. അയ്യപ്പന്റെ സ്വർണ്ണപ്പാളികൾ മുതൽ ശ്രീകോവിലിന്റെ വാതിൽ വരെ പ്രദർശിപ്പിച്ച് പണപ്പിരിവ് നടത്തി. കർണാടകയിലെ വിവിധയിടങ്ങളിൽ ഭാര്യയുടെയും പല ബെനാമികളുടെയും പേരിൽ പോറ്റി ഭൂമികൾ വാങ്ങിക്കൂട്ടിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ നിന്ന് അതിന്റെ രേഖകളും പിടികൂടി. ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന സ്വർണ്ണപ്പാളിയിൽ നിന്ന് തട്ടിയെടുത്ത സ്വർണം ബെല്ലാരിയിലെ റൊദം ജ്വല്ലറി ഉടമ ഗോവർദ്ധനാണ് പോറ്റി വിറ്റത്. അതിൽ 400 ഗ്രാം സ്വർണം അന്വേഷണ സംഘം വീണ്ടെടുത്തു. എന്നാൽ ഗോവർദ്ധന്റെ ശബരിമലയിലെ ഇടപാടുകൾ SIT വിശദമായി അന്വേഷിക്കുകയാണ്. ശ്രീകോവിലിന്റെ കട്ടിളപ്പാളിയിൽ പൂശാനുള്ള സ്വർണം പോറ്റിക്ക് സ്പോൺസർ ചെയ്തത് ഗോവർദ്ധനാണ്. പോറ്റിയുമായി അത്രയേറെ ബന്ധമുള്ള ഗോവർദ്ധന് പോറ്റി നൽകിയ സ്വർണത്തിന്റെ ഉറവിടം മാത്രം അറിയില്ല എന്നത് എങ്ങനെ വിശ്വസിക്കും? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്ക് പിന്നിൽ പ്രവർത്തിച്ച അധികാര സംവിധാനങ്ങളെല്ലാം കുടുങ്ങണം. കൂടാതെ 3 സംസ്ഥാനങ്ങളിലായി നടന്ന വലിയ ആസൂത്രണത്തിന്റെ ചുരുളഴിയുക കൂടി ചെയ്യണം. ബംഗളൂരുവിൽ നിന്നും അരുൺ പൂപ്പറമ്പ, 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.